ഈ ലഹരി ഉപയോഗം മൂലം ഉണ്ടാകുന്ന ക്രൈംസ് എന്ന് പറയുന്നത് ഇപ്പോൾ അനിയന്ത്രിതമായി പെരുകിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് എറണാകുളത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലും. ഇവിടെ ഈ ഗഞ്ചാവ് എന്നൊക്കെ പറയുന്ന സാധനം വളരെ സുലഭമാണ്. ഗഞ്ച എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് ഈ കഞ്ചാവ് ചെടിയുണ്ടല്ലോ, അതിൻ്റെ ഫ്ലവറിങ് ടോപ്സും ആൻഡ് ഫ്രൂട്ട്സും അതിൻ്റെ ടോപ്സാണ് അതാ വേണ്ടത്. അത് സുലഭമായിട്ട് ഇവിടെ കിട്ടും. കാരണം ഇവിടെ ഇടുക്കിയിൽ നിന്ന് വരുന്നത് കൂടാതെ അത് ഒറീസയിൽ നിന്ന് ധാരാളമായിട്ട് ട്രെയിൻ വഴിയും മറ്റ് ഗുഡ്സ് വെഹിക്കിൾ വഴിയൊക്കെ ധാരാളമായിട്ട് ഇവിടെ വരുന്നുണ്ട്. ഈ കോമ്പിങ് ഓപ്പറേഷൻസ് ഒന്നും പോരാ എക്സൈസിൻ്റെയും പോലീസിൻ്റെയും ഒന്നും. കാരണം അതുകൊണ്ടാണല്ലോ ഇത് പെരുകുന്നത്. മാത്രമല്ല ഇവിടെയൊക്കെ നമുക്ക് പണ്ടൊക്കെ നമ്മൾ സ്വപ്നം കാണുന്ന സാധനം MDM എന്നൊക്കെ പറയുന്നത് MDMA പറഞ്ഞേ കേട്ടിട്ടുള്ളൂ. പക്ഷെ അതിപ്പോൾ ഇവിടെ കൊച്ചു പിള്ളേരുടെ ഇത് തന്നെ ഉണ്ട് MDMA ഉണ്ട്. കാരണം ആ രീതിയിൽ അത്രത്തോളം സുലഭമാണ്, അതിൻ്റെ ശൃംഖല അത്രത്തോളം വ്യാപിച്ച് കിടക്കുകയാണ്. ഇതിനെയൊക്കെ പിടിക്കുന്നവനെ കൊണ്ടും മുകളിലോട്ട് പോവുകയല്ല, ഈ പിടിക്കുന്നിടത്ത് നിൽക്കും. പണ്ട് ഒരു കാലത്ത് ഞാനിവിടെ എറണാകുളത്ത് അന്ന് സെക്കൻഡ് അഡീഷണൽ സെഷൻസ് ജഡ്ജായിട്ട് ചാർജ് എടുക്കുന്ന സമയത്ത് അവിടെ അതായത് സർവീസിൽ ആദ്യം ജില്ലാ ജഡ്ജിയായിട്ട് നിയമന്ധനായി വരുമ്പോൾ ചാർജ് എടുത്തത് ഇവിടാണ്. അന്ന് ഒരുപാട് NDPS കേസുകൾ എൻ്റെ മുമ്പിൽ വരും. എല്ലാം കഞ്ചാവ് കേസുകളാണ്. പക്ഷെ അതിനകത്ത് ഭൂരിഭാഗം പ്രതികളും ചെവി കേൾക്കത്തുമില്ല, സംസാരിക്കത്തുമില്ല, അങ്ങനെയുള്ള ആളുകളാണ്. ഏറ്റവും കൂടുതൽ മൂവാറ്റുപുഴ ഭാഗത്തു നിന്നായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അവസാനം ഞാൻ അന്നേരം ഇതിന് ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ട് ഇവരെ സംസാരിച്ചവർക്കൊന്നും മനസ്സിലാക്കാൻ ഒക്കത്തില്ലല്ലോ. അതിന് ഒരു ഡെഫ് സ്കൂള് അവിടെ നിന്നുള്ള യഥാർത്ഥത്തിൽ 2-3 സിസ്റ്റേഴ്സ് ആയിരുന്നു സ്ഥിരമായിട്ട് കോടതി വരുന്നത്. അവസാനം ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു, ഇതെന്താ ഇത്രയും കേസുകൾ ഇങ്ങനെ വരുന്നു, അവർക്ക് ആർക്കും സംസാരിക്കാനും ഇല്ല, ചെവിയും കേൾക്കാൻ വയ്യ. സംഭവം എന്താ അറിയോ, ഇവരാണ് ഇതിൻ്റെ ഏറ്റവും താഴേക്കിടയിലുള്ള റീറ്റെയിലേഴ്സ്. അപ്പൊ ഇവരെ പിടിച്ചു കഴിഞ്ഞാൽ ഈ കൊടുക്കുന്നവന്റെ ഐഡന്റിറ്റി വെളിവാകത്തില്ല. അപ്പോൾ പൊട്ടന്മാരെ നോക്കി തിരഞ്ഞെടുക്കും. നമുക്ക് ഡെഫ് ആൻഡ് ഡംബ് എന്ന് നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ട് ഡെഫ് എന്നേ പറയുള്ളൂ. കാരണം ഡംബ് സംസാരിക്കാൻ വയ്യാതാവുന്നത് അവർക്ക് കേൾക്കാത്തതുകൊണ്ടാണ്. അല്ലെ അവർക്ക് സംസാരിച്ചാൽ അവർക്ക് കേൾക്കാത്തതുകൊണ്ട് അവർ സംസാരിക്കാത്തതാണ്. പക്ഷെ അങ്ങനെ ആവുമ്പോൾ പിന്നെ അവർക്ക് ഡെഫാണ് ഡംബുമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഞാൻ അന്വേഷിച്ച് വന്നപ്പോൾ എന്താണെന്നറിയോ, ഏതാണ്ട് എത്രയോ 100 കണക്കിന് ആളുകളെ ഇതേപോലുള്ളവരെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. പല ഭാഗത്തു നിന്നും കൊണ്ടുവന്നിട്ട് അവർക്ക് ശമ്പളം കൊടുത്തിരുത്തിയേക്കാണ് ഇത് കൊണ്ടുവന്ന് വിൽക്കാൻ. അങ്ങനെയുള്ള സംഭവം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതിപ്പോ അങ്ങനെയുള്ളവർ, ഇത് അങ്ങനൊന്നും അല്ലാത്തവരെ ഇപ്പൊ പിടിച്ചു കഴിഞ്ഞാൽ കുറെ മുടിയും വളർത്തിയവനും കമ്മലിട്ടവനും ഒക്കെ ആയിട്ടുള്ള ആളുകളെ പിടിച്ചു നിർത്തും കേട്ടോ. താടി മീശയൊക്കെ വളർത്തി ബാർബർ ഷാപ്പ് കണ്ടിട്ടില്ല, അങ്ങനെയുള്ളതിനെയൊക്കെ വിളിച്ചു കൊണ്ടുവന്ന് പിടിച്ചുകൊണ്ട് നിർത്തിയേക്കും. അവനിൽ തീരുകയാണ് അന്വേഷണം, അതിന്റെ മേലെ തട്ടിലേക്ക് പോകുന്നില്ല. അതിൻ്റെ അങ്ങനെയുള്ള ക്രൈമുകളുടെ ഇപ്പോൾ അവസാനത്തെ ഒരു ഉദാഹരണമാണ് നമ്മൾ ഇന്നലെ നോർത്ത് പറവൂർ കണ്ടത്. ഒരു വീട്ടിൽ ഒരുത്തൻ കയറി കാണുന്ന എല്ലാ വൃത്തികേടുകളും അവൻ കാണിക്കാണ്. അയലത്ത് പെണ്ണുങ്ങൾക്ക് താമസിക്കാൻ ഒക്കത്തില്ല, സ്ത്രീകളെല്ലാം ശല്യം ചെയ്യുന്നു, അയൽ വീടുകളുടെയൊക്കെ ഗേറ്റ് ചവിട്ടി പൊളിക്കുന്നു, അയൽ വീടുകളിൽ ജനലിലിട്ട് അടിക്കുന്നു. ഈ രീതിയിലാണ് അവൻ്റെ പ്രവർത്തനങ്ങൾ. നോക്കുമ്പോൾ എന്താണെന്ന് അറിയാൻ പറയുന്നത്, അവന് മാനസിക രോഗം, അവൻ്റെ മാനസിക രോഗം അല്ല അവന് എല്ലാ സമയവും കഞ്ചാവും അതുപോലെ മയക്കുമരുന്നുമാണ്. അവന്റെ വീട്ടുകാരൊക്കെ ഉണ്ടല്ലോ, അവർക്കിതറിയാം. എന്നിട്ട് ഇവരെ പോലീസ് അന്വേഷിച്ച് വരുമ്പോൾ, പരാതിയുടെ പുറത്ത് അന്വേഷിച്ച് വരുന്നുണ്ടേ ഈ യവന് മനോരോഗിയാണെന്നുള്ള സർട്ടിഫിക്കറ്റ് എടുത്ത് കാണിക്കും. അപ്പൊ മനോരോഗമുള്ളവനെ എപ്പോഴും എന്തും ചെയ്യാമല്ലോ, എന്ത് തോന്നിയ ദിവസം കാണിക്കാം. ഇവൻ എങ്ങനെ മനോരോഗം ഉണ്ട് എന്നുള്ളതൊന്ന് മനസ്സിലാക്കണ്ടേ. 24 മണിക്കൂറും കഞ്ചാവാണ്, അല്ലെങ്കിൽ അതുപോലുള്ള മയക്കുമരുന്നാണ് അവൻ ഉപയോഗിക്കുന്നത്. അപ്പൊ അവന് പിന്നെ ഭ്രാന്ത് വന്നില്ലല്ലോ ഉള്ളു പറയാൻ പറ്റുന്നത്. അതുകൊണ്ടൊന്നും ഈ കാര്യമൊന്നും ഇല്ല, ഈ കേസുകളിൽ നിന്നൊന്നും രക്ഷപ്പെടാൻ പറ്റത്തില്ല. കാരണം ലീഗൽ ഇൻസാനിറ്റിയും മെഡിക്കൽ ഇൻസാനിറ്റിയും രണ്ടാണ്. മെഡിക്കൽ ഇൻസാനിറ്റി എന്ന് പറയുന്നതാണ് ഒരു ഡോക്ടർ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ്, അവൻ ഭ്രാന്തനാണ്, അല്ലെ അവന് സ്കിസോഫ്രേനിയ ഉണ്ട്, അല്ലെ മാങ്ങാത്തൊലി ഉണ്ടെന്ന് എഴുതി കൊടുക്കും. അത് ചിലർ വെറുതെ എഴുതി കൊടുക്കുന്നവരുണ്ട്, അങ്ങനെ ഉണ്ട്. ഞാൻ ശിക്ഷിച്ചിട്ടുണ്ട് ഒരാളെ ഒരിക്കൽ, വെറുതെ എഴുതി കൊടുക്കും. അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് നടക്കുകയാണ്. അവനൊരു ഇമ്മ്യൂണിറ്റിയാ, എന്ത് തോന്നിവാസവും കാണിച്ചിട്ടും ഈ സർട്ടിഫിക്കറ്റ് എടുത്താൽ കാണിച്ചാൽ മതി, എളുപ്പമുണ്ട്. മനോരോഗിയല്ലേ അവൻ അറിയാതെ ചെയ്യുമല്ലോ എല്ലാം. പക്ഷെ അവൻ അറിയാതെ ചെയ്യുന്നതാണോ ഇത് അവൻ തൊട്ട അയൽ വീട്ടിലേക്ക് കയറി, അവിടുത്തെ അങ്ങാണ്ട് നായ എങ്ങാണ്ട് ഇവന്റെ കോമ്പൗണ്ടിൽ എങ്ങാണ്ട് വീട്ടിട്ട് കയറിയത്. ഇവനാ ഇവിടെങ്ങും ഇല്ല, ഇവിടെ വായി നോക്കി നടക്കായിരുന്നു. അവിടെ 2 ദിവസം മുമ്പ് അവൻ വന്നത്.
വന്നു കഴിഞ്ഞപ്പോൾ അവനെ ഈ മോട്ടോർ ബൈക്കിന്റെ ഈ ഷോക്ക് അബ്സോർബറിന്റെ ആ സ്റ്റീല് പൈപ്പ് ഉണ്ടല്ലോ, ഭയങ്കര വലിയ നല്ല വെയിറ്റ് ഉള്ള പൈപ്പ്, ഈ പൈപ്പ് എടുത്തുകൊണ്ടായി വീട്ടിലോട്ട് വന്നേ. ഇവന്റെ തള്ള ഓടി വരുന്നു, മോനെ പോവല്ലേടാ നില്ല്, അവന് കുറച്ച് പാലും കൂടെ കലക്കി കൊണ്ടുവന്ന് കൊടുക്കേണ്ടതായിരുന്നു കേട്ടോ. ആ അവനെ അവന് അയ്യോ ഒന്നും ചെയ്യല്ലേടാ എന്ന് പറഞ്ഞ് ഓടി വന്നു. അപ്പോഴത്തേക്ക് അവൻ കയറി തള്ളയെ പിടിച്ചൊരു തള്ളും കൊടുത്ത് വീടങ്ങ് അടച്ചു. മറ്റേ അവന്റെ അയൽ വീട് അടച്ചിട്ട് അവിടെ പാവങ്ങളെ അങ്ങ് അടിക്കുക കേട്ടോ. അവിടെ ആ വീട്ടിൽ കണ്ടവരെന്ന് പറഞ്ഞാൽ ഒരു വൃദ്ധനായ മനുഷ്യൻ, ഒരു അച്ചപ്രായമുള്ള ഒരു മനുഷ്യൻ, അയാളുടെ ഭാര്യ, അയാളുടെ മകള്, അയാളുടെ മരുമകൻ, ഇത്രയും പേരെ തലയ്ക്ക് ഭയങ്കരമായിട്ട് അടിച്ച് ആ വീട് മുഴുവൻ രക്തം തളം കെട്ടി കിടക്കുകയാണ്. ഈ മരുമകൻ അല്പം ആയിട്ട് ജീവനുണ്ട്, ബാക്കിയുള്ളവരെല്ലാം ഓൺ ദി സ്പോട്ട് അന്നേരം മരിച്ചു, അനക്കമില്ല. 2 കുഞ്ഞുങ്ങൾ വാവിട്ട് കരയുകയാണ്. 2 പെൺമക്കള്, അതായത് ഈ മരിച്ചുപോയ ഈ പെൺകുട്ടി, അതായത് ഈ മകളുടെ കുഞ്ഞുങ്ങൾ 2 എണ്ണം. ഒരെണ്ണത്തിന് 5 വയസ്സ്. നമ്മൾ ആലോചിച്ച് നോക്കുള്ളൂ, 5 വയസ്സും 7 വയസ്സും ഉള്ള കുഞ്ഞുങ്ങൾ നിന്ന് കരയാണ് കേട്ടോ, വാവിട്ട് കരയും. അവരെന്ത് ചെയ്യും? ഇത് ഭീകര കാണുന്നത്, അവരെ കൺമുമ്പിൽ കാണുന്നത്. ഇനി ആ കുഞ്ഞുങ്ങളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുള്ളൂ. അവർക്ക് ഇനി എന്തുമാത്രം കൗൺസിലിങ്ങും ഒക്കെ ആയാൽ പോലും അവരുടെ മനസ്സ് ശരിയാവും. അത്ര ബുദ്ധിമുട്ടല്ലേ അവർ കാണുകയാണ്. ഇത് അവരെ സിനിമ കാണുന്നതല്ല, അവരുടെ മുമ്പിൽ കാണുന്ന പേടിച്ചറിണ്ട് കരയുകയാണ്. എന്തുകൊണ്ടോ ഈ വൃത്തികെട്ടവൻ ഈ കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ചില്ല കേട്ടോ. ഇവൻ വൈരാഗ്യമാണ്. ഈ പെൺകുട്ടിയെ ഒരുപാട് ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു, ഈ മകളെ ഒരുപാട് ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു നേരത്തെ മുതൽ. അതിനെക്കുറിച്ചൊക്കെ മോശമായിട്ട് നാട്ടുകാരുടെ അടുത്ത് പറയുക, പറഞ്ഞു വരുത്തുക, ഓരോ ഉപദ്രവങ്ങൾ, മെസ്സേജ് അയക്കുക, വിളിക്കുക, ഫോൺ ചെയ്യുക, ശല്യപ്പെടുത്തുക, ഇതൊക്കെയുണ്ട്. യവനെയും ഈ കഞ്ചാവ് മാത്രമല്ല, ഞരമ്പ് രോഗിയും വൃത്തികെട്ടവനും കൂടാണ് അവൻ. അതാണ് അവൻ ഈ സ്ത്രീകളുടെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നത്. ഇത് അവൻ വളരെ സിമ്പിളായിട്ടല്ലേ ഇരിക്കുന്നത് കണ്ടിട്ട്. എന്നിട്ട് എന്താ, ഈ മരുമകന്റെ മോട്ടോർ ബൈക്ക് ഇത്രയും റെഡിയാക്കിയിട്ടിട്ട് എടുത്തോണ്ടങ്ങ് പോയിട്ട് വേറെ എവിടെ പോയിട്ട് ഇപ്പം അവൻ വിചാരിച്ചിനി വേണ്ട, നേരെ അങ്ങ് പോലീസ് സ്റ്റേഷൻ പൊക്കളയാവും. കാരണം എന്താണെന്നറിയാം, നാട്ടുകാരുടെ ഈ കിട്ടിയിരുന്നെങ്കിൽ ഉണ്ടല്ലോ അവനെ അവർ സൂപ്പാക്കിയാണ്, അത് അവനറിയാം. അതുകൊണ്ട് അവൻ നേരെ അങ്ങ് പോലീസ് സ്റ്റേഷനിൽ പോയി അങ്ങ് കീഴടങ്ങി, എല്ലാം ഏറ്റുപറഞ്ഞു. ഞാൻ മറ്റവനെ കൊല്ലാനാ പോയത്, നീ മരുമോനെ കൊല്ലാനാ പോയത്, അതാണ് അവന്റെ വെർഷൻ. അപ്പൊ ഒരാളെ കൊല്ലാൻ പോയെന്ന് പറയാണ്, പ്രീ മെഡിറ്റേറ്റഡ് ആയിട്ട് പോവുകയാണ്. അവനാണോ മനോരോഗി? അത് ലീഗൽ ഇൻസാനിറ്റിയുടെ പെർവ്യൂവിൽ വരുത്തില്ല. കാരണം അറ്റ് ദ ടൈം ഓഫ് കമ്മീഷൻ ഓഫ് ദ ഓഫൻസ്, വെദർ ഹി വാസ് നോയിങ് ദ നേച്ചർ ആൻഡ് കോൺസിക്വൻസ് ഓഫ് ദ ആക്ട്, അതായത് അവനെ ഈ ആക്ട് ചെയ്യുന്ന സമയത്ത്, ഈ ചെയ്യുന്ന സമയത്ത് അവന് അറിയാമായിരുന്നോ എന്ത്, ഈ അവൻ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്നും അതിന്റെ അനന്തരഫലവും അവൻ അറിയാമായിരുന്നു എന്നുള്ളത് മാത്രം മതി. അതേ നോക്കുള്ളൂ. അത് അറിയാൻ പാടില്ലെന്ന് അവൻ പ്രൂവ് ചെയ്യണം. എന്നാൽ മാത്രമേ അവന് ലീഗൽ ഇൻസാനിറ്റിയുടെ ബെനിഫിറ്റ് കിട്ടുള്ളൂ. ഇതൊന്നും അവന് കിട്ടത്തില്ല. ഇതൊരിക്കലും പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് ഏതായാലും ഉണ്ടല്ലോ, തൂക്കാൻ വിധിക്കാൻ പറ്റിയ ഒരു കേസായത് കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറയാം, തെളിഞ്ഞു കഴിഞ്ഞാൽ. കാരണം പിന്നെ വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. കാരണം വീട്ടിലെ നിരപരാധികളായ 3 പേരെ അടിച്ചു കൊന്നു നിഷ്കരണം. മറ്റേയാൾ വെന്റിലേറ്ററിലാണ്, ജീവിച്ചു വരുമ്പോൾ നമുക്ക് പറയാറായിട്ടില്ല, ആ രീതി കിടക്കുകയാണ്. വളരെ സീരിയസ് ആയിട്ടുള്ള ഹെഡ് ഇഞ്ചുറിയാണ്. ഈ വെന്റിലേറ്ററിലാണ് ഇപ്പോൾ കിടക്കുന്നത് കേട്ടോ. ഇത് ആസ്റ്റർ മെഡിസിറ്റിയിൽ അയാൾ വെന്റിലേറ്ററിൽ കിടക്കുകയാണ്. 7 വന്ന ആ ഭാഗ്യം കിട്ടിയാൽ ആ പിള്ളേർക്ക് ഒരച്ഛൻ കാണും. അപ്പൊ ആ പിള്ളേരെന്ന് പറയുന്നത് ഒന്നും ഇല്ലാതാക്കിയില്ലേ ഇവൻ, ഇതുപോലുള്ള ഒരുത്തൻ. ഇതിന്റെ കാരണം എന്താണെന്ന് നമ്മൾ ചിന്തിക്കണം. ഈ മയക്കുമരുന്നാണ് ഇത് മുഴുവൻ. ഇവൻ ഈ അഹങ്കാരം കാണിക്കുന്നത് മുഴുവൻ അതാണ്. എന്നിട്ട് വീട്ടുകാരവനൊരു പ്രൊട്ടക്ഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു വെച്ചിട്ട് മനോരോഗി. ഇവൻ മനോരോഗിയൊന്നും അല്ല, ഇവൻ ഞരമ്പ് രോഗിയാണ്. കാരണം അടുത്തുള്ള സ്ത്രീകളെല്ലാം ഉപദ്രവിക്കുന്നു. എന്നിട്ട് പോലീസിൽ 5 or 10 പരാതികൾ കിടപ്പുണ്ട് ആളുകളുടെ. പക്ഷെ പോലീസുകാർ അത് ഗവനിച്ചില്ല. ആ പോലീസുകാർ ആ പരാതി നോക്കിയിരുന്നെങ്കിൽ ഇന്നലെ ഈ നിരപരാധികളായ 3 പേര് കൊല്ലപ്പെടില്ലായിരുന്നല്ലോ, ഒരാൾ മരണതുല്യനാവത്തില്ലായിരുന്നല്ലോ. നിങ്ങൾ പോലീസുകാർ ആലോചിക്കേണ്ട കാര്യമാണ്. പോലീസുകാർക്ക് ഇതിനൊന്നും സമയമില്ല. ഇപ്പോ നിങ്ങൾ ഇങ്ങനല്ല വേണ്ട. ഇതുപോലൊരു പരാതി തന്നാൽ, പ്രത്യേകിച്ച് സ്ത്രീകൾ തന്നാൽ, അതിനെ വളരെ ഗൗരവത്തോടുകൂടി എടുക്കണം, അത് നോക്കണം. എന്നാലേ മാർഗമുള്ളൂ. അല്ലെങ്കിൽ ഇതേപോലെ നിരപരാധികൾ കൊല്ലപ്പെടും. കാരണം അതുപോലാണ് ഈ മയക്കുമരുന്നിന്റെ സ്വാധീനം ഇവിടെ ഉള്ളത്. മയക്കുമരുന്നിന്റെ സ്വാധീനം അത് നിങ്ങൾക്ക് പിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ കഴിക്കുന്നവന്മാരെ ഉണ്ടല്ലോ, അവന്മാരുടെ ഈ അതിൻ്റെ ഉള്ള സ്വാധീനം നിങ്ങൾ ഇല്ലാതാക്കണം. എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞു തരുന്നില്ല ബാക്കി. നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത ഒന്നുമല്ലല്ലോ. ഇത് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കുക പോലീസ്. ഇതുപോലുള്ള മരണങ്ങൾ ഒഴിവാക്കുക. ദുഃഖകരമായ സംഭവമായി പോയി.
വളരെ ഞെട്ടലുണ്ടാക്കുന്ന സംഭവമാണ്. ഒന്നും അറിയാത്ത 3 പേര് കൊല്ലപ്പെടുകയാണ്.